ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകൾ വഴിയുള്ള ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾ പ്രത്യേക സർവീസ് ചാർജുകളോ ഇടപാട് ഫീയോ നൽകേണ്ടി വരില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. വ്യക്തികൾ തമ്മിൽ നടത്തുന്ന എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്നും ധനമന്ത്രാലയം ഉറപ്പു നൽകി. UPI അടക്കമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികളിൽ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും ഘട്ടം ഘട്ടമായി നിരക്കുകൾ ഏർപ്പെടുത്താൻ അനുമതി നൽകുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതി ബിൽ അടുത്തിടെ ലോക്സഭ പാസാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് UPI സേവനങ്ങൾ സൗജന്യമല്ലാതായേക്കുമെന്ന ആശങ്കകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ ഔദ്യോഗിക വിശദീകരണം. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമായിരിക്കുമെങ്കിലും ഭാവിയിൽ വൻകിട വ്യാപാരികളുടെ ഇടപാടുകൾക്ക് നാമമാത്രമായ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഏർപ്പെടുത്തിയേക്കുമെന്ന് സർക്കാർ സൂചന നൽകി. എന്നാൽ ഇത് എല്ലാ കച്ചവടക്കാർക്കും ബാധകമായിരിക്കില്ല. ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള വലിയ വ്യാപാരി ഇടപാടുകൾക്ക് മാത്രമാകും ഈ നിരക്ക് ഈടാക്കുക. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന സർവീസ് ചാർജിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കായിരിക്കും ഇതെന്നും ധനമന്ത്രാലയം അറിയിച്ചു. UPI ഭരണ സംവിധാനത്തിന്റെ ഭാവി സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാനാണ് ഭേദഗതിയെന്ന് സർക്കാർ വ്യക്തമാക്കി. ദിനംപ്രതി കോടിക്കണക്കിന് ഇടപാടുകളാണ് രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ തട്ടിപ്പുകൾ തടയാനും സാങ്കേതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വലിയ തുക തുടർച്ചയായി നിക്ഷേപിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ സബ്സിഡികളെ മാത്രം എന്നും ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് കൂടുതൽ കമ്പനികളെ ആകർഷിക്കാൻ ഇത്തരം ഒരു മാറ്റം അത്യാവശ്യമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതേസമയം സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നു. വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കിയാലും കച്ചവടക്കാർ ആ തുക സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് പരോക്ഷമായി സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ തന്നെ കെട്ടിവെക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. ചെറിയ പെട്ടിക്കടക്കാരെയും തെരുവ് കച്ചവടക്കാരെയും ബാധിക്കുന്ന തീരുമാനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിദേശ സമ്മർദ്ദം മൂലമാണ് നയം മാറ്റം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാർ പൂർണ്ണമായി തള്ളി. UPI ഇന്ത്യയുടെ സ്വന്തം കണ്ടുപിടുത്തമാണെന്നും ഉപഭോക്താക്കൾക്ക് സൗജന്യ സേവനം ഉറപ്പാക്കുന്നതോടൊപ്പം ഈ സംവിധാനത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും വ്യക്തികൾ തമ്മിൽ നടത്തുന്ന എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്നാണ് ധനമന്ത്രാലയം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ UPI അടക്കമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾക്ക് ഘട്ടം ഘട്ടമായി നിരക്കുകൾ ഏർപ്പെടുത്താൻ പോവുകയാണെന്ന വാർത്ത വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം രംഗത്ത് വന്നത്.